ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ നീ കാണട്ടാ. 7 ദിവസം നീണ്ട പരിപാടി ഇന്നാവും അവസാനിച്ചുള്ളത്. ഈ മാസം 7-ാം തീയതി തുടങ്ങിയ ഈ മാസം 1-ാം തീയതി തുടങ്ങിയ പരിപാടി കേട്ടോ. ഏകദേശം 10 മണിയൊക്കെ ആയിക്കണം, 10:30 ആയിക്കണം ഇപ്പോൾ ഏകദേശം. വരാൻ കുറച്ച് ലേറ്റായി. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിരിക്കണം. എല്ലാവരും റെസ്റ്റിലാന്ന് തോന്നണം കേട്ടോ, എല്ലാവരും റെസ്റ്റിലാന്ന് തോന്നുന്നു. പരിപാടിയൊക്കെ കാണാൻ ചില വന്നതാണ്. ലേറ്റായി, ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേന് പരിപാടി കഴിഞ്ഞിരിക്കണ്. അതിൻ്റെയൊക്കെ ഇതാണ് കോഴിക്കോട് മെയിൻ സ്റ്റേജ് ഇട്ടാ. എല്ലാ പരിപാടിയും ഇവിടെ നടക്കാറ് കണ്ട. എല്ലാവരും വിശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വന്ന് നോക്കുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണ്. 2 പാട്ടൊക്കെ കേൾക്കാൻ വെച്ച് വന്നതാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ ചിത്ര ചേച്ചിയും എല്ലാ പാട്ടുകാരികളൊക്കെ വരുന്ന പറഞ്ഞ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇങ്ങനെ ആയി. നമ്മളെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ തിരക്ക് കണ്ടോളിട്ടാണ്. രക്ഷയില്ല, ഇതിനകത്ത് തിരക്ക് കൂടുതൽ. നമ്മളെ കടൽ തീരം കണ്ടോളിട്ടാണ്. ഉള്ള ആൾക്കാരിങ്ങനെ വൈബ് തന്നെ അവരട്ടോ. ഇതൊന്നും ഇങ്ങനെ വൈബ് എന്നൊക്കെ പറഞ്ഞതാണ് വൈബ്, രക്ഷയില്ല. ഇവിടുന്ന് ആളുകളൊക്കെ പോകാൻ നേരം വെളുക്കും. ഇതൊരു മനോഹരമായ കാഴ്ച കേട്ടോ. ഇതൊരു വൈബ് തന്നെയാണ്. ഇനിയുള്ളത് കാർണിവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. പൊരിക്കടി, ചായ, ആ ഐറ്റംസൊക്കെ ഇനി ഇതിലേക്കാണ് മാറ്റാനുള്ള പരിപാടി കേട്ടോ. എന്താ അത് നമ്മളെ ട്രെയിൻ കേട്ടോ, പഴയ സാധനം.
സഞ്ചി കേട്ടോ, ചെറുതാണ്. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ സാധനം, വലിയവർക്കൊന്നും കാണാൻ പറ്റില്ല. ആ വൈബിട്ട് കിട്ടൂല. ഇതാണ് ആ സംഭവം കേട്ടോ. ഇതൊക്കെ ഓപ്പണായി കഴിഞ്ഞാൽ ഇവിടെ സംഭവം ഉഷാറാവും കേട്ടോ. കോഴിക്കോടിൻ്റെ മുഖം തന്നെ ആകെ മാറും ഇതൊക്കെ ഓപ്പണായി കഴിഞ്ഞാൽ. ഫുള്ളിവിടെ കെട്ടുള്ള മാർബിളാട്ടോ, ഫുള്ളായിട്ട് മാർബിള ഗ്രാനൈറ്റാണ്. ഫുള്ള് അടിപൊളി ഗ്രാനൈറ്റ് ഇട്ടുള്ളത് കേട്ടോ. രക്ഷില്ല ഇന്റർലോക്ക് കുഴപ്പമില്ല, ഉഷാർ. ഇത് ആടണില്ല കേട്ടോ. ആട് നമുക്ക് തുടങ്ങിയിട്ടാ. ആട്ടം തുടങ്ങി മക്കളെ. ഇതിലൊന്നും ചാടണമെന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റില്ല. ചാടി കഴിഞ്ഞാൽ ആകെ വീഴും. വലിയവർക്കുള്ളത് നോക്കിക്കഴിഞ്ഞല്ലേ നമുക്ക്. അത് ഏകദേശം ഓണായി. ഇവിടെ പാനിപൂരി ഉണ്ട് കേട്ടോ, പാനിപൂരി. ഇതല്ല, അത് ഐസ്ക്രീമാണ്. പാനിപൂരി ഇതാണ് മോളെ. ഒന്നും ഇല്ലാത്തതില്ല, എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് ഐറ്റംസ് കേട്ടോ, കണ്ടോളെ. ഇതൊക്കെ ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, ഇത്ര ഫ്രഷ് ഐറ്റംസ് ആയിട്ട്. പിന്നെ ഇത് അച്ചാറും ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം. അച്ചാറല്ലേ ഈ ചായക്കടക്കല്ലേ, ഇതൊക്കെ ഞങ്ങളുണ്ടാക്കും. അതിനുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചുള്ളൂ കേട്ടോ. ഓരോ കൂടുകൾ കണ്ടില്ലേ, ഓരോ വണ്ടികൾ. ഈ ചായക്കടക്കെ അയക്കും. അതിലായി കഴിഞ്ഞാൽ ഉഷാറാവും. ഇവിടെ കോഴിക്കോടിൻ്റെ ഒരു മുഖം തന്നെ മാറിപ്പോവും. കരിമ്പ് ജ്യൂസാണ്, കരിമ്പ് ജ്യൂസും കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഉഷാറാട്ടോ. ഇതൊക്കെയാണ് കോഴിക്കോടിൻ്റെ കാഴ്ചകൾ കേട്ടോ. രാത്രി 11 മണിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കളിപ്പാട്ടങ്ങൾ വേണ്ടിയൊരു കളിപ്പാട്ടങ്ങളുണ്ട്, അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു സാധനമുണ്ട്. കൈ നോക്കണൊരു കൈ നോക്കാം, തത്തമ്മ പരിപാടിയൊക്കെ ഉണ്ട്. അത് വൈബാട്ടോ, ഇതൊക്കെയാണ് വൈബ് എന്ന് പറഞ്ഞാ കേട്ടോ. ഇതൊക്കെയാണ് കോഴിക്കോടിൻ്റെ കാഴ്ചകൾ. അങ്ങനെയുണ്ട്, ഉഷാറല്ലേ. ഇവിടെ തിരക്ക്, ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഇവിടെ ഇത്ര തിരക്ക് കേട്ടോ, രക്ഷയില്ല. നല്ല ചൂടുള്ള ബജിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ സാധനം കടക്കുണ്ട്, പൊരിച്ചുണ്ട്.
ഇനി ഒട്ടനവധി ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്. ഏതാ വേണ്ടി പറഞ്ഞോ. ഫ്രഷ് ഐറ്റം കേട്ടോ, പക്ഷേ ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഐശ്വര്യതി ഐശ്വര്യതി കോഴിക്കോടിനെ ഭംഗിയാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. ഇനി ഒരുപാട് ഐറ്റം കാണാനുണ്ട്, പക്ഷെ ഇതിലൊന്നും എത്തൂല. വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ തന്നെ 10-15 മിനിറ്റ് ആയി. ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ കോഴിക്കോടിൻ്റെ.